നമസ്കാരം മാന്യ പ്രേക്ഷകരെ, വലിയ സ്നേഹ നമസ്കാരം. നോക്കൂ, നമ്മുടെ നാട്ടിൽ വലിയൊരു ദുരന്തം നടന്നതിന്റെ വലിയ വിട്ടുമാറാത്ത ആ ഒരു ഞെട്ടലിലും വലിയ വേദനയിലും തന്നെയാണ് നമ്മളെല്ലാവരും. പക്ഷെ അതിനിടയിൽ കഴിഞ്ഞ ദിവസം മുങ്ങിപ്പോയ ഒരു പ്രകടനമുണ്ട്. പ്രകടനം എന്ന് പറഞ്ഞാൽ മറ്റൊന്നുമല്ല, ഇസ്ലാമിക കൊടുംഭീകരനായിട്ടുള്ള ഒരുത്തനെ, ഹമാസ് എന്ന് പറയുന്ന കൊടുംഭീകര സംഘത്തിന്റെ ഒരു തലവനെ ഇറാനിൽ കയറിക്കൊണ്ട് അയാൾ ഒളിച്ചിരുന്ന ഒരു ഹോട്ടലിൽ, ഇറാൻ ഒരു സ്റ്റാർ ഹോട്ടലിൽ, അവിടെ കയറിക്കൊണ്ട് തന്നെ ഇസ്രയേലിന്റെ പോരാളികളായിട്ടുള്ള മൊസാദ് എന്ന് പറയുന്ന, നമുക്കറിയാം മൊസാദിനെ കുറിച്ച് പറയേണ്ട ആവശ്യമില്ല, അത്ര കണ്ട് കഴിവുറ്റ രഹസ്യ പോരാളികൾ, ആ പോരാളികൾ ഹനിയ എന്ന് പറയുന്ന ഒരു കൊടും ഭീകരൻ, ഈ ഭീകരനെ കുറിച്ച് പറയുകയാണെങ്കിൽ മലപ്പുറത്ത് ഈ ഭീകരനെ ഓൺലൈനിലൂടെ കൊണ്ടുവന്ന് ഇവിടത്തെ ഹിന്ദുക്കളുടെ മേലെ JCB ഓടിച്ചു കയറ്റി, ഹിന്ദുത്വക്ക് മേലെ JCB ഓടിച്ചു കയറ്റി ഇവിടത്തെ ഹിന്ദുക്കളെ പൂർണ്ണമായിട്ടും കൊല്ലണം എന്ന് ആഹ്വാനം ചെയ്ത ഒരു കൊടും ഭീകരൻ. ആ ഭീകരൻ മലപ്പുറത്താണ് ഓൺലൈൻ മീറ്റിംഗിലൂടെ കൊണ്ടുവന്നാണ് ഈ ഹിന്ദുത്വത്തിന് മേലെ, അതല്ലെങ്കിൽ ഓരോ ഹിന്ദുക്കൾക്ക് മേലെയും JCB ഓടിച്ചു കയറ്റി നശിപ്പിക്കണമെന്ന് ആഹ്വാനം നടത്തിയത്. അതിനെതിരെ ഒരു കേസ് പോലും എടുക്കാത്ത ഈ അൽ കേരള ഇസ്ലാമിക ജിഹാദികൾക്ക് വേണ്ടി മാത്രം ഭരിക്കുന്ന ഭരണകൂടം, ആ ഭരണകൂടം കൃത്യമായിട്ടും മനസ്സിലാക്കേണ്ടത് ഈ നാട് എവിടെ എത്തി എന്നുള്ളതാണ്. അത് പറയാൻ കാരണം, ഞാനൊരു പ്രകടനത്തിന്റെ ഒരു ചെറിയ കുഞ്ഞ് 29 സെക്കൻഡുള്ള ഒരു വീഡിയോ ഞാൻ ഇവിടെ കാണിച്ചു തരാം. അത് കാണേണ്ട ഒന്ന് തന്നെയാണ്. കണ്ടിട്ട് നമുക്ക് വേഗം തിരിച്ചു വരാം. നമുക്ക് കുറെ സ്ത്രീകളൊക്കെ ഉണ്ട് കേട്ടോ. നോക്കൂ, ഇത് ഈ കേരളത്തിൽ നടന്ന ഒരു പ്രതിഷേധ പ്രകടനമാണ്. എന്തിനു വേണ്ടിയിട്ടാണ് എന്ന് ചോദിക്കുമ്പോഴാണ്, ഇസ്രയേലിലേക്ക് ഒക്ടോബർ 7 എന്ന് പറയുന്ന ഒരു ദിവസം എല്ലാവർക്കും അറിയാം. ഒക്ടോബർ 7-നായിരുന്നു ഇസ്രായേലിലേക്ക് ഹമാസ് എന്ന് പറയുന്ന കൊടും മുസ്ലിം ഭീകര സംഘടനയിൽപ്പെട്ട ഈ ഇത്ര കണ്ട് ജിഹാദികൾ, ക്രൂരത മാത്രം കൈമുതലായുള്ള കൊടും ഭീകരന്മാർ അതിക്രമിച്ച് കയറുകയും അവിടെ എത്തിയിട്ടുള്ള ഒരുപാട് വിദേശികളെ ബന്ദികളാക്കുകയും സ്ത്രീകളെ നഗ്നരായി കെട്ടിയിട്ട് അടിക്കുകയും ബലാത്സംഗം ചെയ്യുകയും കുഞ്ഞു മക്കളുടെ കഴുത്ത് പോലും മറക്കുകയും ചെയ്തുകൊണ്ടിരുന്ന ഈ കൊടും ഭീകരവർഗം ഇസ്രയേലിൽ ഒക്ടോബർ 7-ന് കാട്ടിക്കൂട്ടിയ അരും കൊലകളൊക്കെ കണ്ട മലയാളികൾ തന്നെയാണ് നമ്മളെല്ലാവരും. എന്നാൽ അത് കണ്ടപ്പോൾ, ഇസ്രയേലിനെതിരെ ഈ ഹമാസ് ദുഷ്ടവർഗം കാണിച്ചപ്പോൾ അതിൽ ആഹ്ലാദം പൂണ്ടുകൊണ്ട് ഈ ഹമാസ് കൊടും ഭീകരന്മാർക്ക് സിന്ദാബാദ് വിളിച്ചവന്മാരാണ് ഈ പ്രകടനം നടത്തിയവരും. ഈ കേരളത്തിലെ ഒട്ടുമിക്ക മുസ്ലിം നാമധാരികളും എന്ന് പറഞ്ഞാൽ ഒരിക്കലും തെറ്റ് പറയാനാവില്ല. കാരണം ഇസ്രയേലിലേക്ക് അതിക്രമിച്ച് കയറി അവരുടെ കുഞ്ഞു മക്കളെയും അവിടേക്ക് വിദേശവാസികളായിട്ട് വന്നിട്ട് അവിടെ വന്നിട്ടുള്ള ടൂറിസ്റ്റുകളെയും കൊന്നൊടുക്കുക, അവർക്ക് വേണ്ടി സിന്ദാബാദ് വിളിക്കുക, അവരുടെ പോരാളികൾ എന്ന് അവരെ വിശേഷിപ്പിക്കുക, ഇസ്ലാമിക കൊടും ഭീകരന്മാരെ പോരാളികൾ എന്ന് വിശേഷിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് ഈ നാട്ടിലെ, കേരള നാട്ടിലെ ഇസ്ലാമിക സമൂഹത്തിൽപ്പെട്ട ഒരുപാട് ആളുകൾ തന്നെയാണ് എന്നുള്ളതൊക്കെ നമ്മൾ കണ്ടതാണ്. ആ പോരാളികളിൽപ്പെട്ട അവരുടെ തലവനായിട്ടുള്ള ഇറാനിൽ ഇരുന്നു കൊണ്ട്, സുഖമായിട്ട് ഇരുന്നു കൊണ്ട് ഈ നാട്ടിൽ, ഇസ്രായേൽ എന്ന് പറയുന്ന നാട്ടിൽ അസമാധാനം സൃഷ്ടിച്ചുകൊണ്ടിരുന്ന ഈ ഹമാസ് തലവനെയാണ് കഴിഞ്ഞ ദിവസം മൊസാദിന്റെ പോരാളികൾ അയാളുടെ മുറിയിൽ കയറി, ഹോട്ടൽ മുറിയിൽ കയറി തീർത്തത്. ആ തീർത്തതിനെതിരെയാണ് ഈ അൽ കേരളത്തിൽ പ്രകടനം നടന്നത്. ഇവിടെ വയനാട്ടിൽ നടന്ന ആ ദുരന്തത്തിന്റെ വാർത്തകളോ ദുരന്തത്തിന്റെ വേദനകളൊന്നും ഇസ്ലാമിക കൊടും ഭീകരതയ്ക്ക് മുൻപിൽ ഒന്നുമല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അത്ര കണ്ട് നിഷ്കരുണം കൊലപാതകം നടത്തിയ, ഭീകരത നടത്തിയ ആ ഇസ്ലാമിക കൊടും ഭീകരനെ ഇസ്രായേൽ കൊന്നപ്പോൾ, രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള പ്രശ്നമായപ്പോൾ, അത് ഞമ്മന്റെ ഭീകര തലവനായതുകൊണ്ട്, ശരിയ നിയമപ്രകാരം കാട്ടിയ കൊടും ക്രൂരതയായതുകൊണ്ട്, ഈ ഭാരതം പോലും ശരിയ നിയമത്തിന് കീഴിൽ വരണമെന്ന് ആഗ്രഹിക്കുന്ന കൊടും ഭീകരന്മാരായതുകൊണ്ട് അവർക്കത് വല്ലാതെ നൊന്തു മക്കളെ. ആ നൊന്തതിന്റെ ആഫ്റ്റർ എഫക്റ്റ് ആണ് നിങ്ങളൊരു പ്രകടനമായിട്ട് കണ്ടത്. ഇത് മറ്റെവിടെയുമല്ല, ഈ നാട്ടിലാണ്, ഈ കേരളത്തിലാണ്. സദ്ദാം ഹുസൈൻ എന്ന് പറയുന്ന മറ്റൊരു കൊടും ഭീകരനെ തൂക്കിലേറ്റി കൊന്നപ്പോഴും ഇവിടെ പ്രകടനം ഉണ്ടായിരുന്നു. പിന്നെയോ നമ്മുടെ പാർലമെന്റ് ആക്രമണ കേസിലെ പ്രതിയായിരുന്ന മറ്റൊരു കൊടും ഭീകരനെ കൊന്നപ്പോഴും ഇവിടെ പ്രതികരണം ഉണ്ടായിരുന്നു, ഇവിടെ പ്രകടനം ഉണ്ടായിരുന്നു. അങ്ങനെ എണ്ണിയാലൊടുങ്ങാത്ത മുസ്ലിം കൊടും ഭീകരന്മാരെ മറ്റു രാജ്യങ്ങളിൽ നടത്തിയ കൊടും ഭീകരതയ്ക്കെതിരെ ആ രാജ്യങ്ങൾ നടപടിയെടുത്ത് കൊന്നൊടുക്കിയപ്പോഴൊക്കെ ഇവിടെ പ്രകടനം
പ്രകടനങ്ങളും ഹർത്താലുകളും ഉണ്ടായിരുന്നു. എന്തുകൊണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ ചോറിവിടെയും കൂറവിടെയും ആയതുകൊണ്ട് തന്നെയാണ് എന്നതാണ് ഉത്തരം. അത്തരത്തിൽ നടന്ന ഈ പ്രകടനം ഒരു മാധ്യമങ്ങളും വാർത്തയാക്കിയില്ല. അതല്ലെങ്കിൽ വയനാട് ദുരന്തത്തിൽ ഇത് മുങ്ങിപ്പോയി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് തന്നെ ഇതിന്റെ പ്രാധാന്യം ജനങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ ഒരു വിഷയത്തിൽ നമ്മുടെ എല്ലാം പ്രിയങ്കരിയായിട്ടുള്ള ഷൈനി ചേച്ചിയുണ്ട്, UK ഷൈനി ചേച്ചി. ഷൈനി ചേച്ചി നമ്മുടെ ചാനലിലൊക്കെ ഇഷ്ടംപോലെ വീഡിയോസ് ഒക്കെ ആയിട്ട് വരാറുണ്ട് എന്നുള്ളത് നിങ്ങൾക്കറിയാം. ഷൈനി ചേച്ചി നടത്തിയ ഒരു ഒരു പ്രതികരണമുണ്ട്, അത് കാണേണ്ടത് തന്നെയാണ്. കാരണം ഇത് മാക്സിമം ആളുകളിലേക്ക് ഉയർത്തി കൊണ്ടുവന്നുകൊണ്ട് ഇതാണ് ഇസ്ലാമിക കൊടും ഭീകരന്മാരുടെ മനസ്സിലിരിപ്പ്, ഈ കേരളത്തിലെ ഇസ്ലാമിക കൊടും ഭീകരതയുടെ വളർച്ച ഇതാണ് എന്നുള്ളത് ലോകം അറിയേണ്ടതുണ്ട്. എന്തായാലും ഷൈനി ചേച്ചിയുടെ ആ പ്രതികരണം കൂടി നമുക്ക് കണ്ടേക്കാം. എന്തായാലും ഗംഭീര പ്രതികരണമാണ്, കണ്ടു നോക്കാം. ഞാൻ നിങ്ങളെ ഒരു കാര്യം കാണിക്കാം. ഞാൻ ഇന്ന് സോഷ്യൽ മീഡിയയിൽ കണ്ടതാണ്, കണ്ടു നോക്കൂ. അപ്പോ ഹമാസിന്റെ നേതാവ് കൊല്ലപ്പെട്ട ന്യൂസ് നമ്മളെല്ലാവരും കണ്ടല്ലോ. അപ്പൊ ഹമാസിന്റെ നേതാവ് കൊല്ലപ്പെട്ടതിന് ജയ് വിളിക്കുന്ന ഒരു പറ്റം ഏധ്യാനികളെയാണ് നമ്മൾ കണ്ടത്. ഈ ഏധ്യാനികള് നമ്മുടെ നാട്ടിൽ തിന്നുകൊണ്ട്, നമ്മുടെ നാട്ടിൽ ജീവിച്ചുകൊണ്ട്, നമ്മുടെ നാട്ടിലെ ഉപ്പും ചോറും തിന്നുകൊണ്ട് ഇവൻ ഹമാസിന് ജയ് വിളിക്കുകയാണ്. അപ്പോൾ ഇവനെ പോലുള്ളവർ മുഴുവനും ഈ തോന്നിവാസങ്ങൾ കാണിക്കാൻ ഇവൻ ഇത്ര വല്ലാണ്ട് കിടന്നിട്ട് തൊണ്ട കീറാൻ ആണും പെണ്ണും ഉണ്ട്. പെണ്ണുങ്ങളാണ് ഭൂരിപക്ഷം. ആ ജാഥയ്ക്കകത്ത് ഞാൻ നോക്കുമ്പോ തട്ടമിട്ട കുറെ പർദ്ദയിട്ട കുറെ പെണ്ണുങ്ങളാണ് ഭൂരിപക്ഷം. ഞാൻ പറഞ്ഞല്ലോ, ഈ വർഗത്തില് പെണ്ണുങ്ങളാണ് ലോകവശം. അപ്പോ ഇതുങ്ങൾ മുഴുവനും കിടന്നിട്ട് ഇങ്ങനെ തൊണ്ട പൊട്ടി കണ്ടക്ഷോഭം നടത്തുന്നത് എനിക്ക് തോന്നുന്നത് ഇവന്റെ അമ്മാച്ചനാണ് ചത്തേന്ന് തോന്നുന്നുണ്ട്. ഇവന്റെ ഹമാസിന്റെ നായകൻ ഇവന്റെ അമ്മാച്ചനായിരിക്കും. കാരണം അവിടെ പോയിട്ട് ഹമാസിൽ പോയിട്ട് യുദ്ധം ചെയ്ത് ഈ കണ്ട മനുഷ്യരെ മുഴുവൻ കൊലയ്ക്ക് കൊടുത്ത് കുറെ പാവങ്ങളെ അനാഥരാക്കി, കുറെ പാവങ്ങൾ കൊല്ലപ്പെട്ട് എല്ലാം കഴിഞ്ഞിട്ട് ഏതോ കൂടിനകത്ത് കയറി ഒളിച്ചിരുന്നവനെ അവിടുന്ന് വലിച്ചു പുറത്തേക്കിട്ട് അയാൾ ചത്തു. ആ കൊന്നവനെ ഇവരെല്ലാവരും കൂടിയിട്ട് ഇപ്പൊ നമ്മുടെ കേരളത്തിൽ കിടന്നിട്ട്, അതും കേരളത്തില് ഇത്രയും വലിയൊരു ദുരന്തം ഉണ്ടായിട്ട് വയനാട് കണ്ണീരണിഞ്ഞു നിൽക്കുകയാണ്. നമ്മുടെ നാട്ടില് ഒരു മനുഷ്യന്റെ കണ്ണീര് ഉണങ്ങിയിട്ടില്ല. ഇത്രയും കണ്ണീരണിഞ്ഞ ഒരു നാട് മൊത്തം കണ്ണീരണിഞ്ഞു നിൽക്കുമ്പോ, ലോകം മൊത്തം വിറച്ചു നിൽക്കുമ്പോ ഈ കാട്ടാളന്മാര്, ഈ ക്രൂര സർപ്പങ്ങള് കാണിക്കുന്നതാണ് ഹമാസിന് ജയ് വിളിക്കുക. അവന്റെ നേതാവ്, അവന്റെ അമ്മാച്ചൻ കൊല്ലപ്പെട്ടതിന്, അവന്റെ അമ്മാച്ചനങ്ങ് ഹമാസിന് അവിടെയല്ലേ ഇരിക്കുന്നത്. അപ്പൊ അത് കൊല്ലപ്പെട്ടതിന് ഇവന്മാർ ഇവിടെ കിടന്നിട്ട് ജയ് വിളിക്കുക, കണ്ടക്ഷോഭം നടത്തുക, അലറി വിളിക്കുകയാണ്. ചത്തത് അവന്റെ അമ്മാച്ചനാണ്. അതുകൊണ്ട് ഈ വർഗങ്ങളുടെ സ്വഭാവം മനസ്സിലാക്കാനായിട്ട് കാണിച്ചു തരുന്ന ഓരോരോ പ്രവർത്തികളാണിത്, ഓരോരോ മെസ്സേജുകളാണിത്. മനസ്സിലാക്കണം. പറ്റുമെങ്കിൽ നാട്ടുകാർ കയ്യും മെയ്യും മറന്ന് മടല് വെട്ടി ഇവന്മാരെ അടിച്ച് ഓടിക്കണം. ഈ ജാതി കലാപരിപാടികൾ നമ്മുടെ നാട്ടില്, അതും ഇന്നത്തെ ഒരു ദിവസം നടത്തുമ്പോ ഇവന്മാരെ ഇതേപോലെയല്ല, മര്യാദയൊന്നും നോക്കാതെ അടിച്ചോടിക്കണം നാട്ടീന്ന്. അതിന് പൊതുജനങ്ങൾ തയ്യാറാവണം. പാർട്ടി മറന്ന്, രാഷ്ട്രീയം മറന്ന്, കയ്യും മെയ്യും മറന്ന്, വർഗവർണം മറന്ന് എല്ലാവരും തയ്യാറാവണം ഇവനെ പോലുള്ളവരെ അടിച്ചോടിക്കാനായിട്ട്. നമ്മുടെ നാടല്ലെങ്കിൽ അനുഭവിക്കേണ്ടി വരും. ഓർത്തോളൂ നിങ്ങള്. നമസ്തേ.